മധ്യയുഗകാലത്ത് ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് സഭയിൽ ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തവർ ഡൊമിനിക്കൻ സന്യാസികളും വിശുദ്ധ തോമസ് അക്വിനാസും സിയന്നയിലെ വിശുദ്ധ കത്രീനയും മാത്രമല്ല, ഫ്രാൻസിസ്കൻ സന്യാസിമാരും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവചരിത്രം എഴുതിയ വിശുദ്ധ ബൊനവെഞ്ചൂര പറയുന്നത്, ഫ്രാൻസിസിൽ ഏറ്റവും വ്യക്തമായി പ്രതിഫലിച്ച ദൈവഗുണം കരുണ ആയിരുന്നു എന്നാണ്. വിനീതരായവർക്കും ദാരിദ്ര്യത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിന്റെ അതിരില്ലാത്ത കരുണ കാണിച്ചു തന്ന ഒരാളായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി. തന്റെ ജീവിതത്തിലുടനീളം ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ അദ്ദേഹം എല്ലാവരെയും പ്രചോദിപ്പിച്ചു. ഫ്രാൻസിസ് തന്റെ പ്രാർത്ഥനകളിൽ ലോകത്തിനു വേണ്ടിയും പാപികൾക്ക് വേണ്ടിയും നിരന്തരം കരഞ്ഞപേക്ഷിക്കുമായിരുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാടുകളിലും ശാന്തമായ ഇടങ്ങളിലും അദ്ദേഹം കണ്ണീരൊഴുക്കി ദൈവത്തോട് സംസാരിച്ചിരുന്നു. ബൊനവെഞ്ചൂരോ തന്റെ കൃതിയിൽ പിന്നീട് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ദുഃഖഭരിതമായ പീഡാനുഭവത്തെ അടിസ്ഥാനമാക്കി ലോകത്തിനു വേണ്ടി കരുണ അപേക്ഷിക്കുക എന്നതായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രാർത്ഥനകളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്തെ ന്യായാധിപനായി മാത്രം കണ്ടില്ല, പിതാവായും സുഹൃത്തായും സ്നേഹത്തോടെ സമീപിച്ചു. ദൈവത്തിന്റെ മുൻപിൽ തന്റെ ഹൃദയം തുറന്നു വെച്ച് ലോകത്തിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ച ഒരു സത്യവിശുദ്ധനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. പ്രിയപ്പെട്ടവരെ, ദൈവകരുണ വാക്കുകളിൽ മാത്രമല്ല, പ്രാർത്ഥനയിലും ജീവിതത്തിലുമാണ് തെളിയേണ്ടത്. ഈ തപസ്സുകാലത്തിൽ വിനയത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം. ദൈവത്തിന്റെ കരുണയുടെ ഉപകരണമാകാം. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമുക്ക് നൽകുന്ന പാഠം. ആമേൻ. നാഥനോടൊപ്പം ആത്മനാഥനോടൊപ്പം ആത്മദാഹം തീർക്കുമീ നോമ്പുകാലം.